പുസ്തകം ഒരു കയ്യിൽ, ശബാബ് മറ്റേ കയ്യിൽ, രണ്ടുപടുണ്ട് അല്ലെ? നോക്കൂ നിങ്ങൾ, അത് അദ്ദേഹം ആർത്ത് നിലവിളിക്കുന്ന രംഗം ആദ്യങ്ങൾ കാണും. ശ്രദ്ധിച്ചിരിക്കണം. ഇരിക്കട്ടെ ഇവിടെ നിങ്ങളവിടെ ഇരിക്കേ. എല്ലാം ഞാൻ പറയാം. ശബാബും തരാ, അൽമനാറും തരാ, വിചിന്തനവും തരാ, ഞങ്ങൾ വായിച്ചതൊക്കെ തരാം. എന്താണ് ഇയാൾ ഞങ്ങൾക്ക് മാറിക്കൊണ്ട് ശബാബ് വായിക വേണമെങ്കിൽ ചോദിച്ചപ്പോഴാണ് കൊടുത്തയച്ചിരിക്കുന്നു. ഇപ്പോൾ മറ്റൊരു തരുന്നില്ല. മൗലവി തരുന്നില്ല. ശാന്താവും. സദസ് കുറെ സമയം ഇരിക്കുമ്പോ കൊടുക്കാൻ പോവാണ്. രണ്ടും വായിക്കാം. ശരിക്കും കൊടുക്കാൻ പോവാണ്. അതാ വായിക്കാൻ കേൾക്കുന്നില്ല. രണ്ടും ഞാൻ വായിക്കാൻ പോവാണ്. എഴുതിയതാണോ ശബാബിലുള്ളത് എന്ന കാര്യം തെളിയിക്കാൻ പോവാണ്. കണ്ടോ, പച്ചക്കളവല്ലേ പറഞ്ഞത്. ഇവർക്കെതിരിൽ നമ്മളൊരു പുസ്തകം ഉദ്ധരിച്ചപ്പോ ആ പുസ്തകം വേണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു. ഉടനെ നമ്മൾ പറഞ്ഞു, നേരത്തെ ശബാബി ഞങ്ങൾ ചോദിച്ചല്ലോ, ശബാബിന് തരും, എന്നാ ഇതാണ് തരാം. ഉടനെ അയാൾ നേരത്തെ നിങ്ങൾ അലറിയത് കണ്ടു, ശബാബ് കൊടുത്തയച്ചിരുന്നു, എന്നിട്ടും മൗലവി തരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോ ഇതാ ശബാബ് കൊടുക്കാൻ പോവുകയാണ് അല്ലെ? പച്ചക്കളവ് സ്റ്റേജിൽ ജനങ്ങൾക്ക് മുന്നിൽ വിളിച്ചു പറയാം. അവസാനം ഇത് പൊളിഞ്ഞല്ലോ. പൊളിഞ്ഞപ്പോ ഗത്യന്തരല്ലാതെ കൊടുത്തു. നമ്മളെ പ്രവർത്തകരത് വായിക്കുമ്പോ ഏറ്റവും അസ്വസ്ഥനായത് ആരാന്നറിയോ? ശ്രീമാൻ സുലൈമാൻ സഖാഫി. കാരണം ഈ നമ്പർ അവിടെ പൊട്ടിച്ചത് മൂപ്പരാണ് അല്ലെ? അപ്പൊ മൂപ്പര് അദ്ദേഹം വായിച്ചു നിർത്തുന്ന ഒരു ഏരിയ ഉണ്ട്. അവിടെ എത്തുമ്പോ അവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗം ജനങ്ങളെ ശ്രദ്ധിക്കാതിരിക്കാൻ വേണ്ടി അല്ലാഹു അക്ബർ സ്റ്റേജും വന്നിട്ട് എന്തിന് ഖൗമ അല്ലാഹു അക്ബർ ചെല്ലാന്. പക്ഷെ ജനങ്ങൾ ചെല്ലണില്ല. നിങ്ങൾക്ക് ഇവിടെ കാണാം, ജനങ്ങൾ ചെല്ലണില്ല. ജനങ്ങൾ എന്താ ശാന്തായിട്ട് ഇവിടെ എന്താ കട്ടു എന്ന് പറഞ്ഞല്ലോ. കട്ടു എന്ന് പറഞ്ഞ എന്താന്ന് കേട്ടിക്ക. അപ്പൊ മൂപ്പര് അല്ലാഹു അക്ബർ അല്ലെ? പണ്ട് പള്ളി ദർശനം ഇങ്ങനെ ചൊല്ലി ഉസ്താദുമാർക്ക് ചൊല്ലിക്കൊടുത്ത് സ്റ്റേജും വന്ന് ചൊല്ലേണ്ട ഗതികേടും വന്നല്ല മുസ്ലിംമാരെ ഇങ്ങക്ക്. ഇതാണ് സാധാരണ മനുഷ്യനാക്കി എന്നുള്ള വിഷയത്തിലെ കള്ളത്തരത്തിന്റെ കോലം. നോക്കൂ നിങ്ങൾ, ആ ഭാഗം നിങ്ങൾ കണ്ടോളൂ. സാധാരണ മനുഷ്യ പ്രകൃതിയുള്ളവരായിരുന്നു പ്രവാചകന്മാർ. അവർക്ക് സാധാരണ മനുഷ്യരെ പോലെയുള്ള കേൾവിയും കാഴ്ചയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താരോ, സാധാരണ മനുഷ്യന്റെ കേൾവിയും കാഴ്ചയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള വരിന്റെ അപ്പുറത്ത് ഒരു മുസ്ലിയാരും വായിക്കലില്ല. ജനങ്ങളെ പറ്റിക്കാൻ, വഞ്ചിക്കാൻ, സ്വന്തം നിലനിൽപ്പിന് വേണ്ടി തട്ടിപ്പ് നടത്തുന്ന ആളുകൾ. പക്ഷേ നമ്മളെ പ്രവർത്തകർ ഈ അല്ലാഹു അക്ബർ മുസ്ലിയാര് മാത്രമേ ചെല്ലണുള്ളൂ എന്നുള്ളത് അവർക്ക് മനസ്സിലായി. പിന്നിലിരിക്കുന്ന നൂറുകണക്കിന് ആളുകൾ ഇത് ശ്രദ്ധിക്കാൻ കണ്ടപ്പോ അവരത് വായിച്ചു പൂർത്തിയാക്കിയ ഭാഗം നിങ്ങൾ കേട്ടോളൂ. സാധാരണ മനുഷ്യ പ്രകൃതിയുള്ളവരായിരുന്നു പ്രവാചകന്മാർ. അവർക്ക് സാധാരണ മനുഷ്യരെ പോലെയുള്ള കേൾവിയും കാഴ്ചയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കപടവിശ്വാസിയാണോ അല്ലേ എന്ന് തിരിച്ചറിയാനുള്ള ഒരവയവവും ലഭിക്കുണ്ടായിരുന്നില്ല. അതിന് അല്ലാഹുവിന്റെ വഹി വേണ്ടി വഹിയുണ്ടായിരുന്നു എന്നുള്ള വരി വായിക്കാൻ സമ്മതിക്കുന്നില്ല. ഉണ്ടോ? വഹിയുണ്ടായിരുന്നു എന്നുള്ള വരി വായിക്കുമ്പോ മുസ്ലിയാരും കൂടെയുള്ളവരും സ്റ്റേജിൽ കുച്ചിപ്പിടി തുടങ്ങി. കാരണം കൊള്ളന്റെ അടുത്ത് കൊള്ളത്. അതാ പ്രശ്നം. മനസ്സിലായോ? സാധാരണ മനുഷ്യൻ എന്നുള്ള വർത്താനം പറഞ്ഞു വരരുത്.